ഹായ് ഒരുവൺ, നമ്മുടെ പുതിയ ക്ലാസ്സിലൂടെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ലിക്വിഡിറ്റി എന്ന പാടുന്ന ഡെപ്തായി നോക്കാനാണ് ഈ ക്ലാസ്സിൽ പോകുന്നത്. എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ഉണ്ട്, ഇന്ത്യൻ റേഞ്ച് ലിക്വിഡിറ്റി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിൽ പെട്ടതാണ് പ്രീവിയസ് ഡേ ഹൈ, പിന്നെ ഡേ ലോ, പിന്നെ മന്ത് ഹൈ, മന്ത് ലോ, വീക്ക് ഹൈ, വീക്ക് ലോ, പിന്നെ സിങ് ഹൈസും സിങ് ലോസും ഒക്കെ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി പെട്ടതാണ്. പിന്നെ പ്രീവിയസ് സെക്ഷൻസ് ഹൈ, പ്രീവിയസ് സെക്ഷൻസ് ലോ, പിന്നെ ഈക്വൽ ഹൈസ്, ഈക്വൽ ലോസ്, സ്റ്റോപ്പ് ലോസ്, ഓർഡേഴ്സ്, ഇതെല്ലാം എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിൽ പെട്ടതാണ്. പിന്നെ ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിൽ പെട്ടതാണ് ഓർഡർ ബ്ലോക്ക്, FVG, ബ്രേക്കർ ബ്ലോക്ക്, പിന്നെ PDRS എല്ലാം ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിൽ പെട്ടതാണ്. അപ്പം ഇന്റേണൽ എക്സ്റ്റേണൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം പുറത്തുള്ള കാര്യങ്ങളെയാണ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്, ഉള്ളിലുള്ളതിനെയാണ് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അപ്പം പുറത്തുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ: ഡേ ഹൈസ് ലോ, ഡേ ഹൈസ് ആൻഡ് ലോ, മന്ത് ഹൈസ് ആൻഡ് ലോ, വീക്ക് ഹൈസ് ആൻഡ് ലോ, സിങ് ഹൈസ് ആൻഡ് ലോസ്, പ്രീവിയസ് സെക്ഷൻ ഹൈസ് ആൻഡ് ലോസ്, ഈക്വൽ ഹൈസ് ആൻഡ് ലോസ്, സ്റ്റോപ്പ് ലോസ്, ഓർഡേഴ്സ്, ഇതെല്ലാം പുറത്തുള്ള എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയാണ്. ഉള്ളിലുള്ള കാര്യങ്ങളാണ് ഓർഡർ ബ്ലോക്ക്, FVG, ബ്രേക്കർ ബ്ലോക്ക്, പിന്നെ ബാക്കിയുള്ള എല്ലാ PDRSും ഉള്ളിലുള്ള കാര്യങ്ങളാണ്. ഉള്ളിലുള്ളതിനെയാണ് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്, പുറത്തുള്ളതിനെയാണ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഇപ്പം ചാർട്ടിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പം ഇവിടെ ഒരു സിങ് ലോ ക്രിയേറ്റ് ആയി, ദെൻ ഇവിടെ ഒരു സിങ് ഹൈ ക്രിയേറ്റ് ആയി. ഇവിടെ ഈ ഏരിയയിലുള്ളതാണ്, ഈ ഏരിയയിൽ ഒരു ലിക്വിഡിറ്റി ഉണ്ടാവും, ഈ സിങ് ലോക്ക് താഴെ ഒരു ലിക്വിഡിറ്റി ഉണ്ടാവും, ഈ സിങ് ഹൈക്ക് മുകളിൽ ഒരു ലിക്വിഡിറ്റി ഉണ്ടാവും. ഇവിടെയൊക്കെ സ്റ്റോപ്പ് ലോസ്, ഓർഡേഴ്സ് ഉണ്ടാവും, അത് നമ്മൾ പറഞ്ഞു. BSL, SSL നമ്മൾ പറഞ്ഞു. അപ്പം ഇതിനെയാണ് ഇവിടെ ഈ പുറത്തുള്ള ഇതിനെയാണ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഈ സിങ് ഹൈൻ്റെ മുകളിലും ഈ സിങ് ലോൻ്റെ താഴെയുള്ള ലിക്വിഡിറ്റിയാണ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്രിയേറ്റ് ആവുന്ന ചിലപ്പം ഈ ഇതിൻ്റെ ഈ സിങ് ഹൈൻ്റെ സിങ് ലോൻ്റെ ഇടയിലായിരിക്കും FVGs, അതേമാതിരി ഓർഡർ ബ്ലോക്ക്, അതേമാതിരി ബ്രേക്കർ ബ്ലോക്ക് ഒക്കെ ക്രിയേറ്റ് ആവുന്നത്. ഇതിനെയാണ് ഇവിടെയൊക്കെ ആയിരിക്കും ചിലപ്പം ബ്രേക്കർ ബ്ലോക്ക് ഒക്കെ ക്രിയേറ്റ് ആവുന്നത്. ഇതിനെയാണ് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഒരു സിങ് ഹൈൻ്റെയും സിങ് ലോൻ്റെയും ഇടയിൽ ക്രിയേറ്റ് ആവുന്നതിനെയാണ് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഇങ്ങനെ ഇപ്പോൾ ഒരു അപ് ട്രെൻഡിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ, ഒരു അപ് ട്രെൻഡിൻ്റെ കേസ് ഇങ്ങനെയായിരിക്കും: ഒരു സിങ് ലോ ക്രിയേറ്റ് ആവുന്നു, then ഒരു സിങ് ഹൈ ക്രിയേറ്റ് ആവുന്നു, then ഒരു സിങ് ലോ ക്രിയേറ്റ് ആവുന്നു, then ഒരു സിങ് ഹൈ ക്രിയേറ്റ് ആവുന്നു. അപ്പം ഇങ്ങനെയായിരിക്കും മാർക്കറ്റ് മൂവ് ആവുന്നത്. അപ്പം ഇതിന് താഴെയുള്ളത് ഈ സിങ് ലോയിൽ ക്രിയേറ്റ് ആയത് എന്താണ്? സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. അപ്പം ഇതെന്താണ്? എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. ദെൻ ഇവിടെ ഒരു സിങ് ഹൈ ക്രിയേറ്റ് ആയി, ഈ സിങ് ഹൈൻ്റെ ഇവിടെ ഉള്ളത് എന്താണ്? എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. ഇതിൻ്റെ ഇടയിൽ ഒരു FVGസോ ഓർഡർ ബോക്സോ എന്തെങ്കിലും ഒരു PDRS എടുത്തിട്ടായിരിക്കും മാർക്കറ്റ് വീണ്ടും അപ്പ് ആവുന്നത്. അപ്പം ഇതിനെ പറയുന്ന പേരാണ് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. ഇവിടെ ഉള്ളതൊക്കെ എക്സ്റ്റേണൽ റേഞ്ച്. ദെൻ ഇവിടെ ഒരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ക്രിയേറ്റ് ആവുന്നു, ഇവിടെ ഒരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ക്രിയേറ്റ് ആവുന്നു. ഇതിൻ്റെ ഉള്ളിൽ ഒരു FVGസോ ഓർഡർ ബ്ലോക്കോ ബ്രേക്കർ ബ്ലോക്കോ എന്തെങ്കിലും ക്രിയേറ്റ് ആവുന്നു. അതെടുത്ത് വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു. അപ്പം അതെടുത്ത് വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു. അപ്പം ഇതിനെ പറയുന്ന പേരാണ് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. ഈ സിങ് ഹൈൻ്റെയും സിങ് ലോൻ്റെയും ഇടയിലുള്ളതിനെയാണ് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഇതിന് പുറത്തുള്ള ഹൈസ് ആൻഡ് ലോസ് ഒക്കെ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയാണ്. അപ്പം സിമ്പിളാണ്. ഇതിനെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ഇതിനെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു. അപ്പം ഈ സെൽ സ്റ്റോപ്പ് എന്താണ്? സെൽ സ്റ്റോപ്പ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയാണ്. ബൈ സ്റ്റോപ്പ് എന്താണ്? എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയാണ്. ഇതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന FVGs, ഓർഡർ ബോക്സ്, ബ്രേക്കർ ബ്ലോക്സ് ആണ് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. ദെൻ നമുക്കിപ്പം ലിക്വിഡിറ്റി ഇൻ ദ മാർക്കറ്റ് സൈക്കിൾ എന്താ നോക്കാം ഇതിൽ. അപ്പോൾ ലിക്വിഡിറ്റി ഇൻ ദ മാർക്കറ്റ് സൈക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് മൂവ് ആവുക ഒരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിൽ നിന്ന് ഒരു ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയാണ്. പിന്നെ ആ ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിൽ നിന്ന് വീണ്ടും എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്കാണ് മാർക്കറ്റ് മൂവ് ആവുക. അപ്പോൾ മനസ്സിലാക്കുക, മാർക്കറ്റ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയെ ERL എന്നും ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയെ IRL എന്നാണ് ഷോർട്ടായി പറയുക. അപ്പം IRL to ERL, ERL to IRL, IRL to ERL, ERL to IRL, അങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ആവുക. എങ്ങനെ? ഒരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിൽ നിന്ന് ഒരു ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്കും ഒരു ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിൽ നിന്ന് ഒരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്കുമാണ് മാർക്കറ്റിൻ്റെ സൈക്കിൾ. ഇങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ആവുന്നത്. അപ്പം അതെങ്ങനെ അപ് ട്രെൻഡിൻ്റെ കേസിൽ എങ്ങനെയാണെന്ന് നമുക്ക് ഒരു എക്സാമ്പിളോടെ നോക്കാം. അപ്പം മാർക്കറ്റ് ഇവിടെ ഒരു അപ് ട്രെൻഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റാണ്. ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. ഇതെന്താണ്? ഇത് ഇപ്പം ഇങ്ങനെ പോവാണ്. ഇവിടുന്ന് ഇങ്ങനെ ഒരു ലോ ക്രിയേറ്റ് ആയി, ദെൻ ഇവിടുന്ന് ഹയർ ലോ ക്രിയേറ്റ് ആയി, ഇവിടുന്ന് ഒരു സിങ് ലോ ക്രിയേറ്റ് ആയി, ഒരു ലോ ഇവിടെ ക്രിയേറ്റ് ആയി, ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ഇവിടെ ഒരു ഇതുണ്ട്. ഇത് ബ്രേക്ക് ചെയ്തില്ല, ഇതുവരെ ക്രിയേറ്റ് ആയിട്ടുള്ളൂ. ഇത് ബ്രേക്ക് ചെയ്തില്ല. അപ്പോൾ ഇതെന്താണ്? ബൈ സൈഡ് ലിക്വിഡിറ്റി. ദെൻ ഇവിടെ ഒരു FVG, ഓർഡർ ബോക്കോ എന്തെങ്കിലും, ഇതിനെ ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. ദെൻ ഈ സിങ്
ഈ FEGയിൽ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് അപ്പാവുന്നു. ദെൻ ഈ ബൈ സൈഡ് ലിക്വിഡിറ്റി കട്ട് ചെയ്ത് പോകുന്നു. അപ്പം ഇതിനെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആവുന്നു. ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ക്രിയേറ്റ് ആവുന്നു. ദെൻ ഇവിടെ ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ആവുന്നു. ഇവിടെ ഒരു ചെറിയൊരു കറക്ഷൻ വന്നപ്പം ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ആവുന്നു. ഇവിടെ ഇത് BSL ആണ്. ദെൻ ഇവിടെ ഒരു സിംഗ് ലോ ഉണ്ട്. ഈ സിംഗ് ലോ കുറച്ച് സ്ട്രോങ് ലോ ആണ്. ദെൻ ഇവിടെ ഒരു FEGസോ ഓർഡർ ബോക്സോ എന്തെങ്കിലും ഒരു PDR ഉണ്ടാവും. ഈ FEGയിലേക്ക് മാർക്കറ്റ് വരുന്നു. അപ്പം ഈ BSL എന്താണ്? എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. ഈ FEG ഓർഡർ ബോക്കൊക്കെ എന്താണ്? ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. ആ ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം മാർക്കറ്റ് ദെൻ അപ് ട്രെൻഡിൻ്റെ കേസിൽ എങ്ങോട്ടാണ് പോവുക? അടുത്ത ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എടുക്കാനാണ് പോവുക. അപ്പം വീണ്ടും ആ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എടുക്കാൻ മാർക്കറ്റ് പോകുന്നു. അപ്പം ഇവിടെ എന്തായി? ഇതൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറായി. നമ്മൾ പറഞ്ഞു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഇവിടെ ഒരു ഇമ്പൾസീവ് മൂവ് നടന്നു. ദെൻ ഈ ഒരു ചെറിയ കറക്ഷൻ മൂവ് നടന്നു. അപ്പം ഇവിടെ വീണ്ടും ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ആയി. ദെൻ ഇവിടെ വീണ്ടും ഒരു FEGസോ ഓർഡർ ബോക്സോ എന്തെങ്കിലും ഒരു PDR ഉണ്ടാവും. ഇവിടെ ഒരു സിംഗ് ലോ ക്രിയേറ്റ് ആവുന്നു. ഇവിടെ ഒരു സിംഗ് ഹൈ ക്രിയേറ്റ് ആവുന്നു. ഈ സിംഗ് ലോന് താഴെയുള്ളത് സെൽ സ്റ്റോപ്പും ഈ സിംഗ് ഹൈക്ക് മുകളിലുള്ളത് ബൈ സ്റ്റോപ്പുമാണ്. ദെൻ ഇവിടെ ഒരു FEGസോ ഓർഡർ ബോക്സോ എന്തെങ്കിലും ഒരു PDRs ഉണ്ടാവുന്നു. ആ PDRയിലേക്ക് മാർക്കറ്റ് വരുന്നു. അപ്പം ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്. ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയാണ്. ERL ആണ് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിൽ നിന്ന് മാർക്കറ്റ് എവിടേക്കാണ് മൂവ് ആവുക? ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. അപ്പം ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്താണ് ഇവിടെ ഉള്ളത്? ഒരു FEG ഓർഡർ ബോക്കോ എന്തെങ്കിലും ഒരു PDRs ആയിരിക്കും ഇവിടെ ഉള്ളത്. അപ്പം ആ PDRയിലേക്ക് വരുന്നു. എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിൽ നിന്ന് മാർക്കറ്റ് വീണ്ടും PDRയിലേക്ക് വരുന്നു. ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്ക് വരുന്നു. ആ ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിൽ നിന്ന് മാർക്കറ്റിന് ഇനി എവിടേക്കാണ് പോകേണ്ടത്? എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്കാണ് പോകേണ്ടത്. നമ്മൾ പറഞ്ഞു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിൽ നിന്ന് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിക്കും ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിൽ നിന്ന് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിക്കും ആയിക്കാണ്ടാണ് മാർക്കറ്റ് മൂവ് ആവുക. അപ്പം ഇവിടെ ഒരു എക്സ്റ്റേണൽ റേഞ്ച് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്ക് വന്നു. ദെൻ നെക്സ്റ്റ് പോവേണ്ടത് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയാണ്. അപ്പം ഇവിടെയുള്ള ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ്, ബൈ സൈഡ് ലിക്വിഡിറ്റിയാണ് ഇനിയുള്ള എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അപ്പം ദെൻ മാർക്കറ്റ് വീണ്ടും ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിൽ നിന്ന് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്ക് മൂവ് ആവുന്നു. അങ്ങനെയാണ് മാർക്കറ്റ് അപ് ട്രെൻഡിൻ്റെ കേസിൽ പോകുന്നത്. അപ്പം ദെൻ വീണ്ടും ഇവിടെ ഒരു സിംഗ് ലോ ക്രിയേറ്റ് ആവുന്നു. ഇവിടെ ഒരു കറക്ഷൻ കിട്ടുകയാണെങ്കിൽ ഇവിടെ ഒരു സിംഗ് ഹൈ ക്രിയേറ്റ് ആവുന്നു. ഇവിടെ ഏതെങ്കിലും ഒരു PDRs ഉണ്ടാവുന്നു. ആ PDRsലേക്ക് മാർക്കറ്റ് വരുന്നു. ഇവിടെ ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ടാകുന്നു. ഇതിനെ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്നാണെന്ന് പറയുക. ഈ PDRs ഉള്ള ലിക്വിഡിറ്റിയെ ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്നാണെന്ന് പറയുക. അപ്പം ഈ ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്ക് വീണ്ടും മാർക്കറ്റ് മൂവ് ആവുന്നു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്ക്. ഇങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ആവുന്നത്. ദെൻ ഇവിടെ ഒരു സിംഗ് ലോ ക്രിയേറ്റ് ആവുന്നു. ഇവിടെ ഒരു സിംഗ് ഹൈ ക്രിയേറ്റ് ആവുന്നു. ഈ സിംഗ് ലോ ഇവിടുത്തെ സിംഗ് ലോ ബ്രേക്ക് ചെയ്ത് പോകുമ്പോഴാണ് എന്ത് ക്രിയേറ്റ് ആവുക? മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ക്രിയേറ്റ് ആവുമെന്ന് നമ്മൾ പറഞ്ഞു. ഇങ്ങനെയാണ് മാർക്കറ്റിൻ്റെ സൈക്കിൾ എന്ന് പറയുന്നത് അപ് ട്രെൻഡിൻ്റെ കേസിൽ. അപ്പം എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് കാണുക. പിന്നെ ബൈ സ്റ്റോപ്പും സെൽ സ്റ്റോപ്പും മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോ ഒരു 2-3 പ്രാവശ്യം കൂടെ കണ്ടതിന് ശേഷം ഈ വീഡിയോ വന്ന് കാണുക. അപ്പം എന്തായാലും മനസ്സിലാവും. നിങ്ങൾക്ക് വേറൊരു ഡൗട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടെയൊക്കെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ട്, ഇവിടെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ട്, ഇവിടെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ട്, ഇവിടെയൊക്കെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ട്. ഓരോ സിംഗ് ലോൻ്റെ താഴെയും സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ട്. അപ്പം ഇതൊന്നും എടുക്കാതെയാണല്ലോ മാർക്കറ്റ് മൂവ് ആവുന്നത് എന്നൊരു ഡൗട്ട് നിങ്ങൾക്കുണ്ടാവും. മാർക്കറ്റ് ഇത് അപ് ട്രെൻഡിലോട്ട് പോവുകയാണെങ്കിൽ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഇപ്പോൾ എടുക്കൂല. സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എപ്പോൾ എടുക്കും? മാർക്കറ്റിൽ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയതിന് ശേഷം ഈ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഒക്കെ അല്ലേ, ഇതൊരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ആയി മാറും. അപ്പം ഇതിന് പറയുന്ന പേരാണ് ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി. ഈ ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി വാരി വലിച്ച് മാർക്കറ്റ് എടുത്ത് ഇങ്ങനെ പോകും, പിന്നെ താഴോട്ട്, പിന്നെ ഡൗൺ ട്രെൻഡിലോട്ട് മാർക്കറ്റ് മൂവ് ആവും. ഇങ്ങനെയാണ് മാർക്കറ്റിൻ്റെ സൈക്കിള്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കുറേ പറഞ്ഞതാണ് അപ് ട്രെൻഡിലേക്ക് പോകുമ്പോൾ അപ് ട്രെൻഡിലേക്ക് തന്നെയാണ് ട്രേഡ് നോക്കേണ്ടത്. എങ്ങനെയാണ് ട്രേഡ് നോക്കേണ്ടത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്.
ഒരു സിങ് ലോയിൽ നിന്ന് ഒരു സിങ് ഹൈയിലേക്ക് ഫിബിനാച്ചി റിട്രേസ്മെൻറ്റ് യൂസ് ആക്കുന്നു. ഒരു ഡിസ്കൗണ്ടും പ്രീമിയം നമ്മൾ കണ്ടെത്തുന്നു. അതിൽ ഡിസ്കൗണ്ടിൽ നിന്നുള്ള PDRIയിൽ തട്ടി മാർക്കറ്റ് വീണ്ടും അടുത്ത എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്കാണ് മാർക്കറ്റ് പോവുക. അടുത്ത ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിലേക്കാണ് അപ് ട്രെൻഡിൻ്റെ കേസിൽ പോവുക. ഇനി നമുക്ക് ഡൗൺ ട്രെൻഡിൻ്റെ കേസും കൂടെ നമുക്ക് നോക്കാം. നമുക്കിനി ഡൗൺ ട്രെൻഡിൻ്റെ കേസും കൂടെ നോക്കാം. ഡൗൺ ട്രെൻഡിൻ്റെ കേസും കൂടെ നോക്കിയിട്ട് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകുമ്പോൾ എന്തായാലും മനസ്സിലാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഡൗൺ ട്രെൻഡിൻ്റെ കേസും കൂടെ നമുക്ക് നോക്കാം കേട്ടോ. ഡൗൺ ട്രെൻഡിൻ്റെ കേസിൽ ഇപ്പം മാർക്കറ്റ് ഇങ്ങനെ ഒരു ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു സിങ് ലോ ക്രിയേറ്റ് ആയി, ഇവിടെ ഒരു സിങ് ഹൈ ക്രിയേറ്റ് ആയി. ദെൻ മാർക്കറ്റ് ഇവിടെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ക്രിയേറ്റ് ആയി. ഇവിടെ ഏതെങ്കിലും ഒരു PDRIs ഓർഡർ ബ്ലോക്കോ FEGs എന്തെങ്കിലും ഇപ്പോൾ ഈ സിങ് ഹൈയിൽ നിന്ന് ഈ സിങ് ലോയിലേക്ക് ഫിബിനാച്ചി റിട്രേസ്മെൻറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു 0.5 കാരണം ഈ 0.5ൻ്റെ മേലേക്കുള്ളത് എന്താണ്? പ്രീമിയം സോണാണ്. ഈ പ്രീമിയം സോണിൽ ഏതെങ്കിലും ഒരു PDRI ഉണ്ടാകുന്നു. ഈ PDRIയിലേക്ക് മാർക്കറ്റ് വരുന്നു. ഈ PDRI എന്താണ്? ഇന്ത്യൻ റേഞ്ച് ലിക്വിഡിറ്റിയാണ്. ഇവിടെ എന്താ ഉള്ളത്? എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. ഇവിടെ ഒരു സെൽ സ്റ്റോപ്പ് ഉണ്ട്, ഒരു സിങ് ലോ ഉണ്ട്. അപ്പം ഇതെന്താണ്? എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. ഈ എക്സ്റ്റേണൽ റേഞ്ചിൽ ഇന്ത്യൻ റേഞ്ച് ലിക്വിഡിറ്റിയിൽ നിന്ന് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്ക് മാർക്കറ്റ് സഞ്ചരിക്കുന്നു. ദെൻ ഇവിടെ ഒരു സിങ് ലോ ക്രിയേറ്റ് ആവുന്നു. ഇവിടെ ഒരു സിങ് ലോ ക്രിയേറ്റ് ആവുന്നു. ഇവിടെ ഒരു സിങ് ഹൈ ക്രിയേറ്റ് ആവുന്നു. ദെൻ ഇതൊരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും ഇതൊരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയുമാണ്. ദെൻ മാർക്കറ്റ് ഇവിടെ ഒരു 0.5 ഫിബിനാച്ചി റിട്രേസ്മെൻറ്റ് എടുത്താൽ സിങ് ലോയിൽ നിന്ന് സിങ് ഹൈയിലേക്ക്, സിങ് ഹൈയിൽ നിന്ന് സിങ് ലോയിലേക്ക് ഫിബിനാച്ചി റിട്രേസ്മെൻറ്റ് റൂള് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 0.5ൻ്റെ മുകളിലേക്ക് വരുന്നു. ഇവിടെ ഒരു പ്രീമിയം സോണിലേക്ക് വരുന്നു. ഇവിടെ എന്തെങ്കിലും ഒരു ഓർഡർ ബ്ലോക്കോ FEGസിലേക്കോ മാർക്കറ്റ് വരുന്നു. ദെൻ മാർക്കറ്റ് ഇന്ത്യൻ റേഞ്ച് ലിക്വിഡിറ്റി ടാപ്പ് ആക്കുന്നു. ദെൻ മാർക്കറ്റിന് എടുക്കാൻ പോകാനുള്ളത് ഇവിടുത്തെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിലേക്കാണ് മാർക്കറ്റിന് പോകാനുള്ളത്. അങ്ങനെ മാർക്കറ്റ് ദെൻ പോകുന്നു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിലേക്ക്. ദെൻ ഇവിടെ ഒരു ഇമ്പൾസീവ് മൂവ് വരുന്നു. ദെൻ ഇവിടെ ഒരു സിങ് ഹൈ ക്രിയേറ്റ് ആവുന്നു. ഇവിടെ ഒരു സിങ് ലോ ക്രിയേറ്റ് ആവുന്നു. ഈ സിങ് ഹൈയിൽ നിന്ന് ഈ സിങ് ലോയിലേക്ക് ഫിബിനാച്ചി റിട്രേസ്മെൻറ്റ് യൂസ് ചെയ്താൽ ഇവിടെ 0.5 ലെവൽ കിട്ടുന്നു. 0.5ൻ്റെ മുകളിലേക്ക് പ്രീമിയം കിട്ടുന്നു. പ്രീമിയത്തിലേക്ക് മാർക്കറ്റ് വരുന്നു. മാർക്കറ്റ് വന്നതിന് ശേഷം ഇവിടെ ഒരു സെൽ സ്റ്റോപ്പും ഉണ്ട്. ഇവിടെ ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും ഉണ്ട്. ഈ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിരിക്കും മാർക്കറ്റിൻ്റെ അടുത്ത ടാർഗറ്റ്. ഇവിടെ ഒരു PDRIs ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഓർഡർ ബ്ലോക്കോ ബ്രേക്കർ ബ്ലോക്കോ FEGോ ഏതെങ്കിലും ഒരു PDRI ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഈ PDRIയിൽ നിന്ന് മാർക്കറ്റ് വീണ്ടും സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിലേക്ക് മാർക്കറ്റ് പോകുന്നു. അപ്പം ഇവിടെയുള്ള ഈ സെൽ സ്റ്റോപ്പ് എന്താണ്? എക്സ്റ്റേണൽ. ഇവിടെയുള്ള ഈ ഓർഡർ ബ്ലോക്കോ FEGസോ എന്തെങ്കിലും എന്താണ്? ഇന്റേണൽ. ഈ സിങ് ഹൈൻ്റെയും ഈ സിങ് ലോയിൻ്റെ ഇടയിലുള്ളതിനെയാണ് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഇതിന് പുറത്തുള്ള ഇത് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും ഇത് എന്താണ്? സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയുമാണ്. ദെൻ മാർക്കറ്റ് ഇവിടെ ഒരു സിങ് ലോ ക്രിയേറ്റ് ആവുന്നു. ഇവിടെ ഒരു സിങ് ഹൈ ക്രിയേറ്റ് ആവുന്നു. ഇവിടെ ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ട്. എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി സിങ് ഹൈൻ്റെയും സിങ് ലോയിൻ്റെയും പുറത്താണ്. അപ്പം ഈ സിങ് ലോക്ക് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്നാണ് പറയുന്നത്. ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഇവിടെ ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലുള്ളത് ഈ സിങ് ഹൈൻ്റെ സിങ് ലോയിൻ്റെ ഉള്ളിലുള്ള PDRIസിനെയാണ് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ദെൻ ഇവിടെ ഒരു 0.5 കിട്ടുന്നു. ഫിബിനാച്ചി റിട്രേസ്മെൻറ്റ് യൂസ് ആക്കുന്നു. ദെൻ ഇവിടെ ഒരു FEG മാർക്കറ്റിൽ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഈ FEG ആണ് ഇന്ത്യൻ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഈ FEGയിലേക്ക് മാർക്കറ്റ് വരുന്നു. ദെൻ മാർക്കറ്റ് അടുത്ത സെൽ സ്റ്റോപ്പ് എന്താണ്? എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. അടുത്ത സെൽ സ്റ്റോപ്പിലേക്ക് മാർക്കറ്റ് പോകുന്നു. ദെൻ ഇവിടെ ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ട്. ഇവിടെ ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ട്. ഇവിടെയൊക്കെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ട്. ഇതൊന്നും മാർക്കറ്റ് എടുത്തിട്ടില്ല. മാർക്കറ്റ് ഇൻ കേസ് ഇതൊക്കെ എടുക്കാൻ വരികയാണെങ്കിൽ എന്ത് സംഭവിക്കണം? ഇവിടെ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടണം. ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയതിന് ശേഷമാണ് മാർക്കറ്റ് ട്രെൻഡ് മാറിയാണ്ട് മാർക്കറ്റ് അടുത്ത ഇവിടുത്തെ ഈ ക്രിയേറ്റ് ആയ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എല്ലാം മാർക്കറ്റ് എടുത്ത് പോവുക. ട്രെൻഡ് മാറുമ്പോഴാണ് ഈ ട്രെൻഡ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത സെൽ സ്റ്റോപ്പ് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയാണ് പോവുക. ഇവിടെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റോ ചോച്ചോ കിട്ടുമ്പോഴാണ് ഇവിടെയുള്ള ഈ ബൈ സ്റ്റോപ്പൊക്കെ എന്തായിട്ടുണ്ടാവും? ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ആയിട്ടുണ്ടാവും. ഈ ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി എല്ലാം എടുത്താണ് പിന്നെ മാർക്കറ്റ് മുകളിലേക്ക് പോവുക. ഇവിടെ ഇങ്ങനെ ഓരോന്നിങ്ങനെ എടുത്ത് ഇവിടെ എല്ലാം ഒക്കെ അങ്ങനെ എടുത്ത് ഇങ്ങനെ മാർക്കറ്റ് മുകളിലോട്ട് പോകും. നമുക്ക് അപ് ട്രെൻഡിൻ്റെ ഈ ഗ്രാഫും പാടൊന്ന് നോക്കാം. ഈ യെല്ലോ കോളത്തിൽ ഈ റൗണ്ടില്ലേ ഇതൊക്കെ ബൈ സൈഡും ഇതൊക്കെ സെൽ സൈഡ് ലിക്വിഡിറ്റി ആണ്. എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആണ് ഈ യെല്ലോ റൗണ്ടിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഈ ബ്ലൂ കോളത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആണ്. അപ്പം അപ് ട്രെൻഡിൻ്റെ ഒരു കേസ് നമുക്ക് നോക്കാം. ഇവിടുന്ന് ഒരു ഹൈ ക്രിയേറ്റ് ആയി. ദെൻ ഇവിടെ ഈ യെല്ലോ അല്ലേ ഇതൊരു ബൈ സൈഡ് ലിക്വിഡിറ്റി ആണ്. ദെൻ മാർക്കറ്റ്
ഡൗൺ ആയി ഇന്ത്യൻ റേഞ്ച് ലിക്വിഡിറ്റി എടുത്തു. ദെൻ ഇവിടെ ഒരു സെൽ സ്റ്റോപ്പ് ക്രിയേറ്റ് ആയി, ഇവിടെ ഒരു സിംഗ് ലോ ക്രിയേറ്റ് ആയി. ഇവിടെ ഈ ഹൈനെ ഇവിടുത്തെ ബൈ സ്റ്റോപ്പ് എടുത്തപ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയപ്പം ഇവിടെ ഒരു സിംഗ് ഹൈ ക്രിയേറ്റ് ആയി. ദെൻ ഇവിടെ ഒരു സിംഗ് ലോ ക്രിയേറ്റ് ആയി, ഇവിടെ ഒരു കറക്ഷൻ മൂവ് കിട്ടിയപ്പോൾ അപ്പം ഇവിടെ ഒരു സിംഗ് ലോ ഉണ്ട്, ഇവിടെ ഒരു സിംഗ് ഹൈ ഉണ്ട്. ഈ സിംഗ് ഹൈ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, ഈ സിംഗ് ലോ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, അതിൻ്റെ രണ്ടിൻ്റെയും നടുവിലുള്ളതിനെയാണ് ഇന്ത്യൻ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറയാൻ നമ്മൾ പറഞ്ഞു. ഓർഡർ ബുക്കോ FVGസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അതിനെയാണ് ഇന്ത്യൻ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറയാൻ നമ്മൾ പറഞ്ഞു. ഇവിടെ ഒരു സെൽ സ്റ്റോപ്പും ഉണ്ട്, ഇവിടെ ഒരു ബൈ സ്റ്റോപ്പും ഉണ്ട്. ദെൻ മാർക്കറ്റ് ഇവിടുത്തെ ഇന്ത്യനയിലെടുത്തു. ഇന്ത്യനയിലെടുത്തതിന് ശേഷം ഈ ബൈ ഷെയർ ലിക്വിഡിറ്റി ടാർഗറ്റ് ചെയ്ത് മാർക്കറ്റ് മൂവായി. ആ മൂവായത് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എടുത്തു. ദെൻ ഇവിടെ ഒരു കറക്ഷൻ നടന്നു. അപ്പം ഇവിടെ ഒരു സിംഗ് ലോയും ഇവിടെ ഒരു സിംഗ് ഹൈയും ക്രിയേറ്റ് ആയി. ഇവിടെ ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ട്, ഇവിടെ ഒരു സിംഗ് ഹൈ ഉണ്ട്. അപ്പോൾ ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ട്, ഇവിടെ ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ട്. മാർക്കറ്റ് ദെൻ ഇവിടുത്തെ ഇന്ത്യൻ റേഞ്ച് ലിക്വിഡിറ്റി എടുക്കാൻ വന്നു. ഇവിടെ ഇന്ത്യൻ റേഞ്ച് ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം മാർക്കറ്റ് ദെൻ അടുത്ത ബൈ സൈഡ് ലിക്വിഡിറ്റിയിലേക്ക് പോയി, ഇന്റേണൽ ടു എക്സ്റ്റേണലിലേക്ക് പോയി. അപ്പം ഇവിടെ ഒരു സിംഗ് ലോ ക്രിയേറ്റ് ആയി, ഇവിടെ ഒരു സിംഗ് ഹൈ ക്രിയേറ്റ് ആയി. അപ്പം ഇവിടുത്തെ ബൈ സൈഡ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തു. അതിനുശേഷം ഇവിടുത്തെ PDRA എടുത്തു, ഇവിടെ ഒരു സിംഗ് ലോ ക്രിയേറ്റ് ആയി, ഇവിടെ ഒരു സിംഗ് ഹൈ ക്രിയേറ്റ് ആയി. ഇവിടുത്തെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തു. ദെൻ ഇവിടുത്തെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തു. ദെൻ ഇവിടെ ഒരു സിംഗ് ലോ ക്രിയേറ്റ് ആയി, ഇവിടെ ഒരു സിംഗ് ഹൈ ക്രിയേറ്റ് ആയി. ഇവിടുത്തെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി അങ്ങനെ എടുത്തെടുത്ത് പോയി. അപ് ട്രെൻഡിൻ്റെ കേസിൽ ഇങ്ങനെയാണ് പോവുക. ദെൻ ഇവിടെയൊക്കെ എന്തുണ്ടാവും, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ട്, ഇവിടെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ട്. മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്യാത്ത സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റികൾ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ദെൻ ഇവിടെ ഉണ്ട് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ദെൻ ഇവിടെ ഉണ്ട് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ദെൻ ഇവിടെ ഉണ്ട് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഈ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഒന്നും മാർക്കറ്റ് ഇതുവരെ എടുത്തിട്ടില്ല. മാർക്കറ്റ് ആ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എപ്പോഴാണ് എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് ഇങ്ങനെ മാർക്കറ്റിന് മൂവ് കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ സിംഗ് ലോയെ ബ്രേക്ക് ചെയ്ത് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടും. നമ്മൾ പറഞ്ഞു ഒരു MSS. ആ MSS കിട്ടിയതിന് ശേഷം ട്രെൻഡ് ഡൗൺ ട്രെൻഡായി പോകുമ്പോഴാണ് ഈ സെൽ ലിക്വിഡിറ്റിയും ഒക്കെ എടുക്കുക. ഇവിടെ ഇപ്പം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതൊരു ട്രെൻഡ് ലൈൻ ആയിരിക്കും, ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ആയിരിക്കും. ഒരു സെക്ടർ ഷിഫ്റ്റ് കിട്ടുമ്പോൾ ഇതൊരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ആയി മാറും. ദെൻ ഇവിടുത്തെ ഈ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എല്ലാം മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്ത് ഇങ്ങനെ പോകും. ഇങ്ങനെയാണ് മാർക്കറ്റിൻ്റെ സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡൗൺ ട്രെൻഡിൻ്റെ ഈ ഒരു കേസും കൂടെ നമുക്ക് നോക്കാം. ഇനി ഡൗൺ ട്രെൻഡിൻ്റെ ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. ഡൗൺ ട്രെൻഡിൻ്റെ കേസിൽ ഇവിടെ ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ആവുന്നു. ദെൻ ഇവിടെ ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ആവുന്നു. ദെൻ ഇവിടുത്തെ ഒരു PDRAs ഏതെങ്കിലും എടുത്തിട്ട് ദെൻ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ടാർഗറ്റ് ചെയ്ത് മൂവ് ചെയ്യുന്നു. ദെൻ ഇവിടെ ഒരു സിംഗ് ലോ ക്രിയേറ്റ് ആവുന്നു. ദെൻ ഇവിടെ ഏതെങ്കിലും ഒരു ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എടുക്കുന്നു. ദെൻ ഇവിടെ ഒരു സിംഗ് ഹൈ ക്രിയേറ്റ് ആവുന്നു. ഈ സിംഗ് ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ട്. ഈ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടാർഗറ്റ് ചെയ്ത് മാർക്കറ്റ് മൂവ് ആവുന്നു. ദെൻ ഇവിടെ ഒരു സിംഗ് ഹൈ ക്രിയേറ്റ് ആയി, ഇവിടെ ഒരു സിംഗ് ലോ ക്രിയേറ്റ് ആയി. അപ്പം എന്താണ് ഇനി നെക്സ്റ്റ് മൂവ്? ഇത് ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആണ്, ഇതൊരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആണ്. ദെൻ ഇവിടെ ഏതെങ്കിലും ഒരു PDRA മിറ്റിഗേറ്റ് ചെയ്യുന്നു, PDRA എടുക്കുന്നു. ദെൻ മാർക്കറ്റ് നെക്സ്റ്റ് ദെൻ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി തേടി മാർക്കറ്റ് മൂവ് ആവുന്നു. ഇവിടെ ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ട്, ഇവിടെ ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ട്. മാർക്കറ്റ് എടുക്കുന്നു, അടുത്ത ഇന്ത്യൻ റേഞ്ച് ലിക്വിഡിറ്റി എടുക്കാൻ വരുന്നു. ഇവിടുത്തെ ഇന്ത്യൻ റേഞ്ച് ലിക്വിഡിറ്റി എടുക്കുന്നു. ദെൻ മാർക്കറ്റ് നെക്സ്റ്റ് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി മാർക്കറ്റ് തേടി മൂവ് ആവുന്നു. എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി തേടി മാർക്കറ്റ് മൂവ് ആവുന്നു. ദെൻ ഇവിടെ ഒരു ബൈ സ്റ്റോപ്പ് ഉണ്ട്, ഇവിടെ ഒരു ബൈ സ്റ്റോപ്പ് ഉണ്ട്, ഇവിടെ ഒരു സെൽ സ്റ്റോപ്പ് ഉണ്ട്, ഇവിടെ ഒരു സെൽ സ്റ്റോപ്പ് ഉണ്ട്. സെൽ സ്റ്റോപ്പ് ഇങ്ങനെ ടേക്ക് ഔട്ട് ചെയ്ത് കാണാണ് ഡൗൺ ട്രെൻഡിൻ്റെ കേസിൽ പോവുക. ഇവിടെ ബൈ സ്റ്റോപ്പ് ഉണ്ട്, ഇനി ഇവിടെ എടുക്കാനുള്ള ബൈ സ്റ്റോപ്പ് ഉണ്ട്, ഇവിടെ ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ട്, ഇവിടെ ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ട്. ഈ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഒക്കെ മാർക്കറ്റിന് എടുക്കണം. അതിനു വേണ്ടി മാർക്കറ്റ് എന്താട്ടും, ആ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എടുക്കാൻ വരും. ഇതിങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താവും, ഇതൊരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ആയി മാറും. അങ്ങനെ ഒരു ട്രെൻഡ് ലൈനാണ്, ഇതൊരു ലിക്വിഡിറ്റി ആണ് ഈ ട്രെൻഡ് ലൈന്. എന്നിട്ട് മാർക്കറ്റ് എന്താവും, മാർക്കറ്റ് നെക്സ്റ്റ് മൂവിന് എങ്ങനെയാണ് കാണിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയതിന് ശേഷം ഈ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എല്ലാം എടുത്തു പോകും. ഒരു MSS കിട്ടിയതിന് ശേഷം ഒരു MSS എങ്ങനെ കിട്ടുക, ഒരു ലോവർ ഹൈയെ ബ്രേക്ക് ചെയ്തുകൊണ്ട് വേറൊരു വലിയൊരു ഹൈ ക്രിയേറ്റ് ആയതിനു ശേഷം മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ഷിഫ്റ്റായി മാർക്കറ്റിൻ്റെ ട്രെൻഡ് റിവേഴ്സിലാവുന്നതിനെയാണ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു. അതിൻ്റെ ബേസിലാണ് ഇതൊക്കെ പ്രവർത്തിക്കുന്നത്. ദെൻ ഇവിടെയൊക്കെ ബൈ സ്റ്റോപ്പ് ഉണ്ട്, ഇവിടെ ബൈ സ്റ്റോപ്പ്, ഇവിടെ ബൈ സ്റ്റോപ്പ്, ഇവിടെയൊക്കെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ട് ടേക്ക് ഔട്ട് ചെയ്യാനില്ല. അപ്പം ഇതൊക്കെ ടേക്ക് ഔട്ട് ചെയ്യാനും വേണ്ടി അടുത്ത മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് സംഭവിച്ചതിന് ശേഷം മാർക്കറ്റ് അപ് ട്രെൻഡിലേക്കായി മാറുമ്പം ഇവിടുത്തെ ഈ ലിക്വിഡിറ്റീസ് എല്ലാം എടുത്തായിരിക്കും പോകുന്നത്. അങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ആവുക. നമുക്കിപ്പോൾ ഒരു ഗോൾഡിൻ്റെ ഒരു
റിയൽ ചാർട്ട് എക്സാമ്പിളും ആണെങ്കിൽ ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ ഗോൾഡിൻ്റെ ഇപ്പം അങ്ങനെയാണ് ഇപ്പോൾ എടുത്ത് പോയിട്ടുള്ളത്. ഗോൾഡിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെയൊക്കെ ഓരോ ഹൈ ഉണ്ട്, ഇവിടെയൊക്കെ ഓരോ ബൈ സ്റ്റോപ്പ് ഉണ്ട്. ഇവിടെ ബൈ സ്റ്റോപ്പ് ഉണ്ട്, 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 ഇവിടെ ബൈ സ്റ്റോപ്പ് ഉണ്ട്. ഇതൊന്നും എടുത്തിട്ടില്ല. ഇനി ഇവിടുത്തെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഒന്നും മാർക്കറ്റ് ഇതുവരെ ടേക്ക് ഔട്ട് ചെയ്തിട്ടില്ല. ഇനി ഇവിടുത്തെ ഇതൊന്നും ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ഒന്നും ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഒന്നും മാർക്കറ്റ് ഇതുവരെ ടേക്ക് ഔട്ട് ചെയ്തിട്ടില്ല. ഇനി മാർക്കറ്റ് ഇവിടുന്ന് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയതിന് ശേഷം മാർക്കറ്റ് ഇവിടുത്തെ എല്ലാ ലിക്വിഡിറ്റീസും എടുത്താണ് മാർക്കറ്റ് ഇപ്പോൾ മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ആവുന്നത്. മാർക്കറ്റിൻ്റെ സൈക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. നമുക്ക് ഇനി സൈഡ് വേസിൻ്റെ ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് നോക്കാനുണ്ട്. ലിക്വിഡിറ്റി മാർക്കറ്റ് സൈക്കിൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സൈഡ് വേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അപ് ട്രെൻഡോ അല്ല ഒരു ഡൗൺ ട്രെൻഡോ അല്ലാത്തൊരു അവസ്ഥയാണ് സൈഡ് വേ ട്രെൻഡ് എന്ന് പറയുന്നത്. അപ് ട്രെൻഡോ അല്ല ഡൗൺ ട്രെൻഡോ അല്ലാതെ ആയിരിക്കും പോകുന്നത്. അപ്പം ഇങ്ങനെയായിരിക്കും പോകുന്നത് ഒരു കൺസോൾട്ടേഷൻ മൂവ്മെൻറ്റിൽ. അപ്പം ഈ സൈഡ് വേ ട്രെൻഡിൻ്റെ ബോത്ത് സൈഡിലും ലിക്വിഡിറ്റി ഉണ്ട്. ബോത്ത് സൈഡിലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും ഇവിടെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും ഉണ്ട് സൈഡ് വേസിൻ്റെ കേസിൽ ഇങ്ങനെ വരുമ്പോൾ. അപ്പം ഈ സൈഡ് വേസിൽ കുറേ ആൾക്കാർ സപ്പോർട്ട് റെസിസ്റ്റൻസും വരിച്ചായിരിക്കും ട്രേഡ് ചെയ്യുന്നത്. അപ്പം ഇവിടെ കുറേ SL കിടക്കുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് കുറേ ആൾക്കാർ സെൽ ചെയ്യുന്നുണ്ട്, ഇവിടെയും കുറേ SL കിടക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവിടെ കുറേ ആൾക്കാർ ബൈ ചെയ്യുന്നുണ്ട്. ദെൻ ഈ സൈഡ് വേസിൻ്റെ കേസിൽ മാർക്കറ്റ് എങ്ങനെയാണ് ബൈ സ്റ്റോപ്പും സെൽ സ്റ്റോപ്പും എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിരുന്നു അക്യുമുലേഷൻ ആൻഡ് മാനിപ്പുലേഷൻ. ഇവിടെ ഒരു കൺസോൾട്ടേഷൻ മൂവ്മെൻറ്റ് നടക്കുന്നു. ദെൻ ഇവിടെ ബോത്ത് സൈഡിലും ലിക്വിഡിറ്റി ഉണ്ട്. ഇവിടെ ബൈ സ്റ്റോപ്പും ഇവിടെ സെൽ സ്റ്റോപ്പും. ദെൻ ഇവിടെ സെൽ സ്റ്റോപ്പാണ് മാർക്കറ്റ് ഫസ്റ്റ് ഫേക്ക് ഔട്ട് നടത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും പിന്നെ സംഭവിക്കുക? ഇവിടുന്ന് കുറേ ആൾക്കാർ ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ ട്രേഡ് എടുത്തിട്ടുണ്ടാവും. SL ഇതിന് മുകളിലോ ആയിട്ട് വെച്ചിട്ടുണ്ടാവും. ഇവിടുന്ന് എന്താവും സംഭവിക്കുക? ഫേക്ക് ഔട്ട് നടന്നതിന് ശേഷം സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തതിന് ശേഷം നെക്സ്റ്റ് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ് മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്യാൻ മാർക്കറ്റ് പോവുക. ദെൻ ഇങ്ങനെ ആയിരിക്കും മാർക്കറ്റ് പോകുക. ഇവിടുത്തെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എടുക്കാനാണ് മാർക്കറ്റ് പോകുക. ഒരു AMD സർക്കിളിൻ്റെ ഒരു കേസ് തന്നെയാണ് സൈഡ് വേൻ്റെ ഇതിൽ വരുന്നത്, ലിക്വിഡിറ്റി സൈക്കിളിൽ വരുന്നത്. ഇപ്പം ഇങ്ങനെ ഇവിടെ ഒരു സൈഡ് വേ മൂവ്മെൻ്റ് ആണ്. ഇവിടെ ഒരു ബൈ സ്റ്റോപ്പും ഇവിടെ ഒരു സെൽ സ്റ്റോപ്പും ഉണ്ട്. ഫസ്റ്റ് ഈ രണ്ട് റേഞ്ചിലും ഒരു റേഞ്ചാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് റേഞ്ചിലും സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ഉണ്ട്, ബൈ സ്റ്റോപ്പും ഉണ്ട്, സെൽ സ്റ്റോപ്പും ഉണ്ട്. ദെൻ ഫസ്റ്റ് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആണ് ടേക്ക് ഔട്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ദെൻ നെക്സ്റ്റ് മാർക്കറ്റിൻ്റെ ടാർഗറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിരിക്കും. ദെൻ ഇവിടെ ഒരു FVGസോ ഓർഡർ ബോക്സോ എന്തെങ്കിലും ഒരു PDR ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ആ PDRയിലേക്ക് വന്നു. ഇവിടെ ഒരു ഇന്ത്യൻ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്ക് വന്നു. ഇതൊരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആണ്. ഫസ്റ്റ് ഒരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തു. ദെൻ മാർക്കറ്റ് ഇങ്ങനെ മൂവ് ആയി. ദെൻ ഇവിടെ ഒരു ഇന്ത്യൻ റേഞ്ച് ലിക്വിഡിറ്റി ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ആ ഇന്ത്യൻ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്ക് മാർക്കറ്റ് വന്നതിന് ശേഷം നെക്സ്റ്റ് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിലേക്ക് ടാർഗറ്റ് ചെയ്ത് മാർക്കറ്റ് മൂവ് ആവും. അങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ആവുന്നത്. സൈഡ് വേസിൻ്റെ കേസിൽ ഒരു AMD വെച്ചിട്ടാണ് മൂവ് ആവുന്നത് സൈഡ് വേസിൻ്റെ കേസിൽ. അപ്പോൾ നമ്മളിപ്പം ഇതുവരെ നോക്കിയത് അപ് ട്രെൻഡിൻ്റെ കേസ് നോക്കി, ഡൗൺ ട്രെൻഡിൻ്റെ കേസ് നോക്കി, സൈഡ് വേസിൻ്റെ കേസ് നോക്കി, ലിക്വിഡിറ്റി മാർക്കറ്റ് സൈക്കിളിൻ്റെ എല്ലാ കേസും നമ്മൾ നോക്കി. ഇനി നമുക്ക് കുറച്ച് റിയൽ ചാർട്ട് എക്സാമ്പിളോടെ നോക്കാം. നമുക്ക് അപ് ട്രെൻഡിൻ്റെ റിയൽ ചാർട്ട് എക്സാമ്പിൾ നോക്കാം. അപ് ട്രെൻഡിൻ്റെ റിയൽ ചാർട്ട് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സ്വിംഗ് ലോ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ദെൻ ഇവിടെ ഒരു സ്വിംഗ് ഹൈ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഒരു സ്വിംഗ് ഹൈ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയി ഇതിനെടുക്കാൻ പറ്റും. ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ആയിട്ടുണ്ട്, ഒരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. ദെൻ ഇവിടെ ഒരു FVG ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഒരു FVG ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇത് ഒരു ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയാണ്. ഈ ബൈ ഷെയർ ലിക്വിഡിറ്റിയാണ് മാർക്കറ്റിന് നെക്സ്റ്റ് ടാർഗറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഫിബനാച്ചി റീട്രേസ്മെൻറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ 0.5 ഇക്വിലിബ്രിയം ലെവലാണെന്ന് നമ്മൾ പറഞ്ഞു. 0.5ൻ്റെ താഴെ ഡിസ്കൗണ്ട് ലെവലുമാണ്, 0.5ൻ്റെ മേലെ പ്രീമിയം ലെവലുമാണ്. ഡിസ്കൗണ്ട് സോണത്തെ PDR ആയ FVGയിലേക്ക് മാർക്കറ്റ് വന്ന് മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയ FVGയിലേക്ക് വന്ന് മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം പ്രൈസ് നെക്സ്റ്റ് മൂവ് ആവുന്നത് അപ് ട്രെൻഡിൻ്റെ കേസിൽ ബൈ ഷെയർ ലിക്വിഡിറ്റി തേടിയാണ്, BSL തേടിയാണ്. നെക്സ്റ്റ് ഒരു ഇന്റേണൽ ടു എക്സ്റ്റേണൽ ആണ് പ്രൈസ് മൂവ് ആവുന്നത്. ഇവിടെ ഒരു ഇന്റേണൽ വന്ന് മാർക്കറ്റ് ടച്ച് ചെയ്തു. അതിനുശേഷം ഇവിടെ ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി തേടി മാർക്കറ്റ് മൂവ് ആയി. ദെൻ ഇവിടെ ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ടായി. ഇവിടുത്തെ കേസ് തന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സ്വിംഗ് ലോ ക്രിയേറ്റ് ആയി, ഇവിടെ ഒരു സ്വിംഗ് ഹൈ ക്രിയേറ്റ് ആയി, ഇവിടെ ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ആയി. ദെൻ ഇവിടെ ഒരു FVG ക്രിയേറ്റ് ആയി, FVG മിറ്റിഗേറ്റ് ചെയ്തു. ദെൻ മാർക്കറ്റ് ഈ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി
ടാർഗറ്റ് ചെയ്ത് പോയി സ്വീപ്പ് ചെയ്തു. ദെൻ ഇവിടെ ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ആയി. ദെൻ ഇവിടെ ഒരു സിംഗ് ലോ ആക്കി എടുക്കാം, ഇതിനൊരു സിംഗ് ഹൈ ആക്കിയും എടുക്കാം. ദെൻ ഇവിടുന്ന് ഫിബിനാച്ചി റീട്രേസ്മെൻറ്റ് ടൂൾ യൂസ് ചെയ്ത് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 0.5 താഴെ ഡിസ്കൗണ്ടും 0.5 മുകളിൽ പ്രീമിയം സോണാണെന്ന് നമ്മൾ പറഞ്ഞു. ദെൻ ഇവിടെ ഒരു FEG ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആ FEG വന്ന് മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ആ ഇന്ത്യൻ റേഞ്ച് ലിക്വിഡിറ്റിയാണ് FEG വന്ന് മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ് ഇത് ഒരു BSL ആണ്, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആണെന്ന് നമ്മൾ പറഞ്ഞു. പ്രൈസ് മൂവ് ആവുന്നത് എങ്ങനെയാണ്? ഇന്റേണൽ ടു എക്സ്റ്റേണൽ. ഇവിടെ ഒരു ഇന്റേണൽ മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് അപ് ട്രെൻഡ് ആണ്. അപ്പം ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിലേക്ക് ബുള്ളിഷ് FEGയിൽ തട്ടി ഇനി അടുത്ത ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി തേടിയാണ് മാർക്കറ്റ് മൂവ് ആവുന്നത്. അങ്ങനെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി തേടി മാർക്കറ്റ് മൂവ് ആയി. ഇപ്പം ഇതിനൊരു സിംഗ് ലോയും ഇതിനൊരു സിംഗ് ഹൈ ആക്കി എടുക്കുകയാണെങ്കിൽ ഇതൊരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ദെൻ ഇവിടെ ഒരു FEG ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇവിടെ ഈ ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഒരു ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിൽ വന്ന് മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്തു. ദെൻ ഇവിടുത്തെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എടുത്തു. ഇങ്ങനെയാണ് അപ് ട്രെൻഡിൻ്റെ കേസിൽ മാർക്കറ്റ് മൂവ് ആവുന്നത്. ഇനി നമുക്ക് ഡൗൺ ട്രെൻഡിൻ്റെ കേസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഇതിൽ പറഞ്ഞാൽ മതി. ഞാൻ ഡൗൺ ട്രെൻഡിൻ്റെ കേസ് ഞാൻ പറയുന്നില്ല, ടൈം നല്ല ലാഗ് ആവുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഡൗൺ ട്രെൻഡിൻ്റെ കേസും. സൈഡ് വേസ് നമ്മൾ കുറേ വട്ടം പറഞ്ഞതാണ്. അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കുറേ വട്ടം പറഞ്ഞതാണ്. അത് ഒന്നും പാടൊക്കെ ഒന്ന് കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. അത് പിന്നെയും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഒരു ഡൗൺ ട്രെൻഡിൻ്റെ കേസ് പാടുണ്ട്. അപ്പോൾ ഈ ഡൗൺ ട്രെൻഡിൻ്റെ കേസും കൂടെ പറഞ്ഞു പോവാം. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്, പെട്ടെന്ന് പറഞ്ഞു പോവാണ്. ഇപ്പം ഇവിടെ ഒരു ഫിബിനാച്ചി റീട്രേസ്മെൻറ്റ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഈ സിംഗ് ഹൈയിൽ നിന്ന് ഈ സിംഗ് ലോക്ക് ഫിബിനാച്ചി റീട്രേസ്മെൻറ്റ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 0.5 ഒരു ഇക്വിലിബ്രിയം ലെവലിലേക്ക് മാർക്കറ്റ് വന്ന് മിറ്റിഗേറ്റ് ചെയ്തതിനു ശേഷം ഇവിടുത്തെ FEG എടുത്ത് ഇന്ത്യനെ എടുത്ത് ഇവിടുത്തെ ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ട്. ഇവിടെ ഈ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി തേടി മാർക്കറ്റ് വീണ്ടും പോയി ഇവിടുത്തെ ഒരു FEG എടുത്തു. ഈ ഒരു 0.5 ലെവലിലുള്ള FEG ഒന്ന് മിറ്റിഗേറ്റ് ചെയ്തതിനു ശേഷം ദെൻ ഇവിടുത്തെ ഒരു സെൽ സ്റ്റോപ്പ് എടുക്കാൻ മാർക്കറ്റ് പോയി. ദെൻ ഇവിടെ വീണ്ടും ചാർട്ടിനെ ഈ ഫിബിനാച്ചി റീട്രേസ്മെൻറ്റ് ഉപയോഗിച്ച് ഈ സിംഗ് ഹൈയിൽ നിന്ന് ഈ സിംഗ് ലോ വരെ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ എന്താവും സംഭവിക്കുക? ഇവിടെ 0.5 ലെവലിലേക്ക് പ്രീമിയത്തിൻ്റെ മുകളിൽ വരുമ്പോൾ സെല് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. പ്രീമിയത്തിൻ്റെ മുകളിൽ വന്നു. ഇവിടെ ഒരു FEGs ഉണ്ട്. ഇവിടെ FEGs ഉണ്ട്. ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ഉണ്ട്. ഇവിടെ ഒരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ഉണ്ട്. സെൽസിയർ ലിക്വിഡിറ്റി. ഈ സെൽസിയർ ലിക്വിഡിറ്റിയാണ്. ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എടുത്താൽ മാർക്കറ്റ് നെക്സ്റ്റ് മൂവ് ആവുന്നത് സെൽസിയർ ലിക്വിഡിറ്റി തേടിയാണ്. ദെൻ ഇവിടെ ഈ സെൽസിയർ ലിക്വിഡിറ്റി തേടി മാർക്കറ്റ് മൂവ് ആയി. ദെൻ ഇവിടെയൊക്കെ ചെറിയ കേസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സിംഗ് ഹൈ ക്രിയേറ്റ് ആയിട്ടുണ്ട്, ഇവിടെ ഒരു സിംഗ് ലോ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതിനെ ഫിബിനാച്ചി റീട്രേസ്മെൻറ്റ് യൂസ് ചെയ്ത് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് 0.5 മേക്ക് പ്രീമിയം ലെവലിൽ ഒരു FEG ഉണ്ടായിരുന്നു. ഇവിടെ ഒരു FEG നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒരു FEG ഉണ്ട്, ഇവിടെ ഒരു OB ഉണ്ട്. ഈ OBയിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് എന്തായി? മാർക്കറ്റ് നെക്സ്റ്റ് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയ ഇവിടെ ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ട്. ഈ സിംഗ് ലോ എന്താണ്? സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ്. ഇത് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ്. ഇത് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയാണ്. ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി മാർക്കറ്റ് വന്ന് മിറ്റിഗേറ്റ് ചെയ്തു. ദെൻ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി തേടി മാർക്കറ്റ് മൂവ് ആയി. ഇനി ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ആ കേസ് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഒരു സിംഗ് ഹൈ എടുക്കുകയാണെങ്കിലും ഇതിനൊരു സിംഗ് ലോ എടുക്കുകയാണെങ്കിലും ഇവിടെ ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ദെൻ ഇവിടെ ചെറിയൊരു FEG ക്രിയേറ്റ് ആയിട്ടുണ്ട്. ദെൻ ഇതിനൊരു OB ആക്കി എടുക്കാൻ പറ്റും. ഇവിടെ ഒരു ഓർഡർ ബോക്കും ക്രിയേറ്റ് ആയിട്ടുണ്ട്. ദെൻ ഇതിനെ ഫിബിനാച്ചി റീട്രേസ്മെൻറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നോക്കാനൊന്നുമില്ല, എന്തായാലും 0.5 മേലെയാണ്, പ്രീമിയം ലെവലിലാണ്. ആ പ്രീമിയം ലെവലിലേക്ക് വന്നു. ഇന്റേണൽ റേഞ്ചിലേക്ക് മിറ്റിഗേറ്റ് ചെയ്തു. ദെൻ ശേഷം എന്താണ്? FEG ഒരു OB ഉണ്ടായിരുന്നു. ആ ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്ക് വന്ന് മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്തു. ശേഷം സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി തേടി മാർക്കറ്റ് മൂവ് ആയി. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിനൊരു ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്നാണ് പറയുക, ഇതിനൊരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്നാണ് പറയുക സെൽ സ്റ്റോപ്പിന്. അങ്ങനെ ആ സെൽ സ്റ്റോപ്പ് ഇതിലേക്ക് സ്വീപ്പ് ചെയ്ത് മാർക്കറ്റ് മൂവ് ആയി. ഇനി ഇവിടെ ഒരു സിംഗ് ആയി, ഇവിടെ ഒരു സിംഗ് ലോ എടുക്കുകയാണെങ്കിലൊക്കെ അതേമാതിരി തന്നെയാണ് കേസ് നടക്കുക. ഇവിടെ ഒരു 0.5 ലെവലായിരിക്കും. ഒരു ഇക്വിലിബ്രിയം ലെവൽ വന്നു, സെൽ സ്റ്റോപ്പ് എടുക്കാൻ മാർക്കറ്റ് മൂവ് ആയി. അങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ആവുന്നത്. ഇനി ഇവിടുത്തെ കേസ് നോക്കുകയാണെങ്കിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഒരു കേസ് നോക്കാം. ഇവിടെ ഒരു സിംഗ് ആയി ക്രിയേറ്റ് ആയി, ഇവിടെ ഒരു സിംഗ് ലോ ക്രിയേറ്റ് ആയി. ഫിബിനാച്ചി റീട്രേസ്മെൻറ്റ് പ്ലോട്ട് ആണെങ്കിൽ നമുക്ക് നോക്കാനൊന്നുമില്ല, എന്തായാലും 0.5 മുകളിലേക്ക് തന്നെ. ഇവിടെ 0.5 മുകളിലാണ്. പിന്നെ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഇവിടെ ഒരു ഇൻഡ്യൂസ്മെൻറ്റും ഉണ്ട്. ഇതിനാണ് ഇൻഡ്യൂസ്മെൻ്റ് എന്ന് പറയുക. ഈ FEGയുടെ മുമ്പ് ഒരു ഇത് വന്നുകൊണ്ട് ഇത് പോകുന്നതിനാണ് കേട്ടോ ഇൻഡ്യൂസ്മെൻ്റ് എന്ന് പറയുക.
അത് നമുക്ക് ഇൻഡ്യൂസ്മെൻറ്റിനായിട്ട് നമുക്കൊരു ക്ലാസ് ചെയ്യാം, അതായിരിക്കും നല്ലത്. ഇതിനാണ് ഇൻഡ്യൂസ്മെൻ്റ് എന്ന് പറയാം. ഈ ഇൻഡ്യൂസ്മെൻ്റ് എടുത്ത് മാർക്കറ്റ് വീണ്ടും ഈ FEGയിൽ ഒന്ന് ടാപ്പ് ചെയ്തു. ഒരു പ്രീമിയം ലെവലിലുള്ള ഒരു FEG ആണ്. ഇവിടെ ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ട്, ഇവിടെ ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ട്. ഈ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിലേക്കാണ് മാർക്കറ്റ് നെക്സ്റ്റ് മൂവ് ആവുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇന്ത്യൻ റേഞ്ച് ലിക്വിഡിറ്റി ആണ് ഡൗൺ ട്രെൻഡിൻ്റെ കേസിൽ ഇത്. അപ്പം FEG ഒരു ഇന്ത്യൻ റേഞ്ച് ലിക്വിഡിറ്റി ആണെന്ന് നമുക്കറിയാം. ഒരു സിംഗിൻ്റെയും സിംഗിൾ ലോൻ്റെയും ഉള്ളിലുള്ളൊരു ഇതാണ് FEG. അപ്പോൾ എന്താണ്, ഒരു ഇന്ത്യൻ റേഞ്ച് ലിക്വിഡിറ്റിയാണ്. എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി പുറത്തുള്ളതൊക്കെയാണ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. അപ്പം ഇവിടെ ഒരു ബൈ സ്റ്റോപ്പും ഇവിടെ ഒരു സെൽ സ്റ്റോപ്പുമാണ് ഉള്ളത്. മാർക്കറ്റ് ഇവിടുത്തെ ബിയറിഷ് FEGയിലേക്ക് വന്ന് മിറ്റിഗേറ്റ് ചെയ്തു. നെക്സ്റ്റ് എവിടേക്കാണ് പോവേണ്ടത്? സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിലേക്കാണ് മാർക്കറ്റ് പോകേണ്ടത്. ഇനി ഇവിടുത്തെ ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എപ്പോഴാണ്? ഇവിടെയൊക്കെ റെസ്റ്റിംഗ് ആണ് ബൈ സ്റ്റോപ്പ്. ഇവിടെയൊക്കെ മാർക്കറ്റിൽ കിടക്കുന്ന ബൈ സ്റ്റോപ്പ് റെസ്റ്റിംഗ് ആണ്. ഇതൊക്കെ എപ്പോഴാണ് എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടണം. ഇവിടെ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു MSS കിട്ടിയിട്ടുണ്ട്. ദെൻ ട്രെൻഡ് മാറിയിട്ടുണ്ട്. അങ്ങനെ വന്ന് ഇവിടെ ഒരു FEG ഒന്ന് മിറ്റിഗേറ്റ് ചെയ്തു. ദെൻ ഇങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ആവുന്നത്. FEGൻ്റെ കേസിലും ഇവിടെ ഒരു സിംഗായി ഇതിനൊരു സിംഗിലോ ആക്കിയെടുത്ത് പ്ലോട്ട് ചെയ്യുകയാണെങ്കിലും ഫിബനാച്ചി പ്ലോട്ട് ചെയ്യുകയാണെങ്കിലും ഡിസ്കൗണ്ട് ലെവലിലേക്ക് വന്ന് FEG എടുത്തു, മാർക്കറ്റ് മൂവായി. അങ്ങനെ ഇവിടെയുള്ള എല്ലാ ബൈ സ്റ്റോപ്പും ഇങ്ങനെ എടുത്താണ് പോകുന്നത്. ഇങ്ങനെയാണ് മാർക്കറ്റിൻ്റെ സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി AMDൻ്റെ ഞാൻ പറയണ്ടല്ലോ. AMD നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസും വരച്ച് ട്രേഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ബോത്ത് സൈഡിലും ബൈ സ്റ്റോപ്പും ഉണ്ട് സെൽ സ്റ്റോപ്പും ഉണ്ട്. അതിൻ്റെ ഒരു ഭാഗം സീപ്പ് ചെയ്യുന്നു, ദെൻ അതിന് മാനിപ്പുലേഷൻ എന്ന് പറയുന്നു, ദെൻ ഡിസ്ട്രിബ്യൂഷൻ സംഭവിക്കുന്നു. ഇതാണ് സംഭവങ്ങൾ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇൻഡ്യൂസ്മെൻറ്റ്, പിന്നെ ടോപ്പ് ഡൗൺ അനാലിസിസ്, DRT പ്ലോട്ടിംഗ് ലെവൽസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ പറയാം.